ഹലോ, ഞാനിന്ന് കുക്കിങ്ങും ടിപ്സും ഒന്നും അല്ല കേട്ടോ. എനിക്ക് പുറത്ത് മുറ്റത്തൊരു അടുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്ക് ഓവർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മേക്ക് ഓവർ എന്ന് വെച്ചാൽ അതൊന്ന് പുതുക്കി പണിയുക. അത് മഴയൊക്കെ കൊണ്ട് ആകെ ചീത്തയായിട്ടുണ്ട്. മുകളിൽ ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടാണ്, ഷീറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് പുതുക്കി പണിയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം വെയിലൊക്കെ ഇല്ലേ, അപ്പം ഇനി പുറത്ത് വെക്കാമല്ലോ. മഴക്കാലമാകുമ്പോൾ മഴ കൊണ്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് പുതുക്കി പണിയാം. അതൊന്ന് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൽ കുക്ക് ചെയ്യണ വീഡിയോസ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അത് നല്ലോണം അതിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞ പെയിൻ്റാണ്, ബ്ലാക്ക്. അതിൽ ഒഴിക്കാൻ ടർപ്പൻ്റെയിന് ചെറിയൊരു ബ്രഷ് വാങ്ങിച്ചു. ചെറിയൊരു ബ്രഷാണെങ്കിലും എനിക്കത് കുറച്ച് ഒഴിക്കുക, ഒരുപാടൊന്നും ഒഴിക്കണ്ട. അത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കട്ട പിടിക്കും. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അത്യാവശ്യം തക്കാളി, പച്ചമുളക്, പയർ ഒക്കെ നമുക്ക് അതിങ്ങനെ പൊട്ടിച്ചറുത്ത് ഇങ്ങനെ കുക്ക് ചെയ്യുകയും ചെയ്യാം. വളരെ എളുപ്പം. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല നല്ല കമൻറ്റൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നിടണേ. ഇനി അത് ഫുള്ളായിട്ട് ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പൈസൻ്റെ ചിലവുള്ളൂ, പക്ഷെ നന്നായിട്ട് വൃത്തിക്ക് ഉണ്ടായി കിട്ടും നമുക്കിത്. രണ്ട് കോട്ട അടിക്കണം എന്നൊന്നുമില്ല, ഒരു കോട്ട അടിച്ചാൽ തന്നെ നല്ല കളറുണ്ട്. ഇത് രണ്ടാം പ്രാവശ്യം വേണമെങ്കിൽ ഒന്നുകൂടി കളറ് വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി അടിക്കാം. ഇത് അടുപ്പ് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട് ഉള്ളിലൊക്കെ, അപ്പോൾ അത് കുറച്ച് മണ്ണ് വെച്ചിട്ട് തേച്ച് അതും ഒന്ന് വൃത്തിയാക്കണം. അപ്പം നല്ല പുതിയ അടുപ്പ് മാതിരിയാവും. ചോറ് കുറച്ച് അത്യാവശ്യം വേണ്ട വലിയ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് പുറത്തൊരടുപ്പ് തന്നെ വേണം. എത്ര ഗ്യാസിൽ വെച്ചാലും കുറച്ചധികം ആൾ വരും, 1-2 ആൾ അധികം വരുമ്പോൾ നമുക്ക് എന്തായാലും ശരിയാവില്ല കിച്ചണിൽ വെച്ചാൽ. അപ്പോൾ പുറത്താകുമ്പോൾ വിശാലമായിട്ട് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ ഉള്ളൊരടുപ്പ്, ബിരിയാണി വെക്കാനും മല്ലിമുളകൊക്കെ വറുക്കാൻ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ അടുപ്പാണ് ഉപയോഗിക്കൽ. ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വൃത്തിയായി. അപ്പോൾ ഇനി ഉണങ്ങിയിട്ട് ഞാൻ അതിൽ തന്നെ ചോറ് വെക്കാം വിചാരിച്ചു. നമുക്ക് അതിൽ ചോറ് വെക്കാം. വിറകൊക്കെ കത്തിച്ച് അതിൽ വെക്കുന്ന ചോറ്. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെയുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല കത്തുന്ന വിറകുണ്ടെങ്കിൽ സുഖമായിട്ട് വെക്കാം.